Welcome to Happy Life TV. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ആ മേഖലയിൽ ഒരു നല്ല റോൾ മോഡൽ നിങ്ങൾക്കുണ്ടാവുന്നത് വളരെയധികം അനിവാര്യമായ ഒരു കാര്യമാണ്. ബിസിനസ്സിലാണെങ്കിൽ എം.എ. യൂസുഫ് അലി സാഹിബിനെ പോലെ, PNC മേനോനെ പോലെ, രവി പിള്ളയെ പോലെ, അതേപോലെ മെഡിക്കൽ രംഗത്താണെങ്കിൽ ലോകതലത്തിൽ ശ്രദ്ധേയനായ, ലോകം ആദരിക്കുന്ന ഒരു മെഡിക്കൽ ഡോക്ടർ, എഴുത്തുകാരാണ് നിങ്ങളെങ്കിൽ ആ മേഖലയിൽ ലോകം ആദരിക്കുന്ന പൗലോ കൊയ്ലോയെ പോലെയുള്ള ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിൽ ഒരു നല്ല റോൾ മോഡലിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. NLP സൈക്കോളജിയിൽ, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന NLP സൈക്കോളജിയിൽ പറയുന്നുണ്ട് മോഡലിങ്ങിനെ കുറിച്ച്. NLP സൈക്കോളജിയിൽ പറയുന്നത് ഇഫ് വൺ ക്യാൻ ഡു വൺ തിങ് എനിബഡി ക്യാൻ ഡു ദാറ്റ് എന്നാണ്. ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആർക്കും അത് ചെയ്യാം. അപ്പോൾ ഒരു റോൾ മോഡൽ, ചുമ്മാ ഒരു റോൾ മോഡൽ ഉണ്ടാക്കി വെക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. ആ റോൾ മോഡൽ എങ്ങനെയാണ് ഇൻ്റർവ്യൂസിൽ സംസാരിക്കുന്നത്, ആ റോൾ മോഡൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ക്രമീകരിച്ചിരിക്കുന്നത്, ആ റോൾ മോഡലിൻ്റെ സംസാര ശൈലി എങ്ങനെയാണ്, ആ റോൾ മോഡലിൻ്റെ ജീവിത ക്രമീകരണം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ നടത്തവും ഇരുത്തവും സംസാരങ്ങളും ബിസിനസ്സിലെ അപ്രോച്ചും മുഴുവൻ കാര്യങ്ങളും നിരന്തരമായി വീക്ഷിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാം അറിയാതെ ആ വ്യക്തിയുടെ കുറേ ക്വാളിറ്റികൾ നമ്മിലേക്ക് സ്വാംശീകരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ എത്തിപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും റോൾ മോഡലിനെ കണ്ടിട്ടല്ല. കൃത്യമായ റോൾ മോഡൽ നമുക്കില്ല. എന്തൊക്കെയാണോ നാം ചെയ്യുന്നത് അത് ശരിയാണ്, അത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന രീതിയിൽ പലപ്പോഴും മുന്നോട്ട് പോവുകയാണ്. സെൽഫ് അനലൈസാണ് ലോകത്ത് ഏറ്റവും കുറച്ച് നടക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ നമ്മോട് പറയുന്നത്. ഞാൻ എൻ്റെ ജോലിയെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ചിന്തിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ലോകത്താണ് നാം ചിന്തിക്കുന്നത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, കാരണത്തെക്കുറിച്ചും, മറ്റുള്ള ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ച്, നമ്മുടെ പ്രൊഫഷനെക്കുറിച്ച്, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് വളരെ കുറവാണ്. ഇവിടെയാണ് ഒരു റോൾ മോഡൽ, നല്ല കൃത്യമായ ഒരു റോൾ മോഡൽ, ആ റോൾ മോഡലിൻ്റെ പേര്, ആ റോൾ മോഡലിൻ്റെ ഫോട്ടോ, അത് നിരന്തരമായി നമ്മൾ ശ്രദ്ധിക്കുകയും വീഡിയോ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം, ഇതെല്ലാം നിരീക്ഷിക്കുന്ന സമയത്ത് നാം അറിയാതെ ആ വ്യക്തിയുടെ കുറേ ഗുണങ്ങൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ വ്യക്തിയുടെ ഗുണങ്ങൾ നമ്മിലേക്ക് സ്വാംശീകരിച്ചെടുക്കുന്നത് കാണാം. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ടാകും. നിങ്ങൾ ഒരുപാട് വർഷങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പലപ്പോഴും നിങ്ങൾ കൂടെ സംസാരിക്കുന്ന ആളുകളുടെ ചില വാക്കുകൾ നിങ്ങളുടെ സംസാരത്തിൽ കടന്നുകൂടിയത് കാണാം. അല്ലെങ്കിൽ നിരന്തരമായി നിങ്ങൾ യാത്ര ചെയ്യുന്ന ചില ആളുകളുടെ ചില ശീലങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നത് കാണാം. ദിസ് ഇസ് കോൾഡ് മോഡലിംഗ്. ഒരാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലും ശരി, അറിയാതെ ചെയ്തതാണെങ്കിലും ശരി, മോഡലിംഗ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് അറിയാതെ തന്നെ പലപ്പോഴും ഈ മോഡലിംഗ് നടക്കും. നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നാം കേട്ടിരിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല റോൾ മോഡൽ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു മോഡലിംഗ് ദാറ്റ് ഓൾസോ വിൽ ബി പോസിറ്റീവ്. അത് നല്ല ഒരു ജീവിത വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. മനസ്സ് വിശാലമാവാൻ വേണ്ടി റോൾ മോഡലിനെ കാണുന്ന സമയത്ത് ഒരു മട്ടാഞ്ചേരിയിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ പാലക്കാട് ജില്ല ചെറുപ്പുളശ്ശേരിയിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ മട്ടന്നൂർ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ ഇരുന്നുകൊണ്ട്, ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ അല്ലെങ്കിൽ കേശവദാസപുരത്ത് ഇരുന്നുകൊണ്ട് നമ്മളിങ്ങനെ ഉയർന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾക്ക് ആവശ്യമായ വലുപ്പം, ആ ചിന്തകൾ ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് നമ്മുടെ മനസ്സ് വിശാലമായി നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മനസ്സ് വളർന്നു വരാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ധാരാളം യാത്രകൾ ചെയ്യുക എന്നുള്ളത്. എത്രത്തോളം നാം യാത്ര ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് വിശാലമായിക്കൊണ്ടിരിക്കും. വ്യത്യസ്തമായ രാജ്യങ്ങൾ, വ്യത്യസ്തമായ ജനങ്ങൾ, വ്യത്യസ്തമായ പ്രദേശങ്ങൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, ശീലങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ, രീതികൾ, ഒരുപാട് കാര്യങ്ങൾ കാണുന്ന സമയം നമ്മുടെ മനസ്സ് അത്രയധികം വിശാലമായിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കഴിയുന്നിടത്തോളം യാത്രകൾ ചെയ്യുക, മനസ്സ് വിശാലമാവുകയും മനസ്സിന് റിലാക്സേഷൻ കിട്ടുകയും അങ്ങനെ ഉയർന്ന ചിന്തകൾ ഉൾക്കൊള്ളാവുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല റോൾ മോഡൽ ഉണ്ടാകുന്നു. ആ റോൾ മോഡലിന് ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് നമ്മുടെ മാനസികമായ വളർച്ച അത് നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏത് പ്രൊഫഷനാണെങ്കിലും ആ പ്രൊഫഷനിൽ ഉയർന്ന വിജയത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.